വെൽക്കം ടു ദർശന അക്കാഡമി. നമ്മൾ ലാസ്റ്റ് ഡേയിൽ കേരള എൻട്രൻസ് 2020 പാർട്ട് 2, അതായത് പേപ്പർ 2 മാത്തമാറ്റിക്സിൻ്റെ പാർട്ട് 1 40 ക്വസ്റ്റ്യൻസ് 1 to 40 ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് 41 to 80 ക്വസ്റ്റ്യൻസ് പാർട്ട് 2 നമ്മൾ കാണുകയാണ്. ഇപ്പോൾ നമുക്ക് 41th ക്വസ്റ്റ്യൻ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. The 41st question, the value of sin square 1 degree plus sin square 2 degree plus sin square 3 degree plus sin square 88 degree plus sin square 89 degrees dash. Here we are given 89 terms. 89 times സം എടുത്തു കഴിഞ്ഞാൽ 90 ഡിഗ്രി വരുന്ന തരത്തിൽ ടേമുകൾ ക്ലബ് ചെയ്യുക. സം എടുത്താൽ 90 ഡിഗ്രി വരുന്ന തരത്തിൽ ടേമുകൾ ക്ലബ് ചെയ്യുമ്പോൾ ടോട്ടൽ ഹൗ മെനി പേഴ്സ് ആർ ദെയർ? 44 പേഴ്സ്. വി നോ ദാറ്റ് തീറ്റ പ്ലസ് 5 എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ 5 ഈക്വൽ ടു 1 ആയിരിക്കും. ഇസ് എ ന്യൂ റിസൾട്ട്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്ന് പറയുന്ന റിസൾട്ടിൻ്റെ പാർട്ടാണ്. അതിൽ നിന്ന് ഡെറിവേറ്റ് എടുക്കുന്നതാണ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ 5 ഈക്വൽ ടു 1. ഇഫ് തീറ്റ പ്ലസ് 5 ഈക്വൽ ടു 90 ഡിഗ്രി ദെൻ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ 5 ഈക്വൽ ടു 1. ദ ടോട്ടൽ മിഡിൽ ടേം എന്ന് പറയുന്നത് 45 ഡിഗ്രി, സൈൻ 45 ഡിഗ്രി ആണ്. അപ്പോൾ ടോട്ടൽ പെയർസ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും: സൈൻ സ്ക്വയർ 1 ഡിഗ്രി പ്ലസ് സൈൻ സ്ക്വയർ 89 പ്ലസ് സൈൻ സ്ക്വയർ 2 ഡിഗ്രി പ്ലസ് സൈൻ സ്ക്വയർ 88 പ്ലസ് എക്സെട്ര പ്ലസ് സൈൻ സ്ക്വയർ 44 പ്ലസ് സൈൻ സ്ക്വയർ 46 ആൻഡ് ദ മിഡിൽ ടേം ഈസ് സൈൻ സ്ക്വയർ 45. ഇവർ ഓരോ പേരെടുത്ത് കഴിയുമ്പോഴും നമുക്ക് ഇവിടെ കിട്ടുന്ന ഈ റിസൾട്ട് അനുസരിച്ചിട്ട് 1 എന്ന് കിട്ടും. 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് എക്സെട്ര 44 വൺസ് അല്ലേ? 44 വൺസ് പ്ലസ് ലാസ്റ്റ് സൈൻ 45ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/√2 സ്ക്വയർ ആണ്. 44 വൺസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എത്രയായിരിക്കും? 44 പ്ലസ് 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 89 ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് ഓപ്ഷൻ 89 ഡിവൈഡഡ് ബൈ 2, ഓപ്ഷൻ സി. ഓക്കെ, നൗ ദ നെക്സ്റ്റ് വൺ ഈസ് 42nd question. The value of sin ratio for pi by 8 plus sin ratio for 3 pi by 8 is equal to dash. We know the result. Sin square theta equal to 1 minus cos 2 theta divided by 2. This result is using here. Then this can be sin square pi by 8 the whole square plus sin square 3 pi by 8 the whole square. This can be 1 minus cos 2 theta. Cos 2 theta എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വരും? 2 pi divided by 8 the whole square divided by 2 plus 1 minus cos 2. 2 times means 6 pi divided by 8 whole divided by 2 the whole square equal to ഇവിടെ നമുക്ക് കിട്ടുന്നത് pi by 4 കോസ് pi by 4 എത്രയാണ്? 1/√2. 1 മൈനസ് 1/√2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 പ്ലസ് 1 ഇവിടെ വരുമ്പോൾ നമുക്ക് 3 ഡിവൈഡഡ് ബൈ 4 എന്നാണ് കട്ട് ചെയ്ത് കിട്ടുന്നത്. കോസ് 3 pi by 4 is minus 1/√2, then minus plus 1/√2 the whole square divided by 4. 1/4 taken as a common factor, then a plus b the whole square plus a minus b the whole square is 2 times a square plus b square. A square plus b square, this one. 2 and 4 get cancelled. 1/2. 1/2 into 3 divided by 2. That is equal to 3 divided by 4. 3/4. 3/4 is option, second option, B choice. നമുക്ക് പോകാം അടുത്ത ക്വസ്റ്റിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ 43rd ക്വസ്റ്റ്യൻ. ദ വാല്യൂ ഓഫ് സൈൻ 45 ഡിഗ്രി പ്ലസ് തീറ്റ മൈനസ് കോസ് 45 ഡിഗ്രി മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു ഡാഷ്. ഹിയർ സൈൻ 45 ഡിഗ്രി പ്ലസ് തീറ്റ മൈനസ് കോസ് 45 ഡിഗ്രി മൈനസ് തീറ്റ. ദിസ് ക്യാൻ ബി 90 മൈനസ് തീറ്റ നമുക്ക് എഴുതാം. സൈൻ 90 മൈനസ് തീറ്റ നമുക്ക് എഴുതാം അല്ലേ? അപ്പോൾ തീറ്റയുടെ പൊസിഷനിൽ വരുന്നത് എന്താ നോക്കിക്കോളൂ. തീറ്റയുടെ പൊസിഷനിൽ വരുന്നത് ഇതൊക്കെയാണ്. മൈനസ് സൈൻ 90 മൈനസ് 45 മൈനസ് തീറ്റ, ദറ്റ് ഈസ് 45 പ്ലസ് തീറ്റ. ഓക്കെ, 45 പ്ലസ് തീറ്റ. ദിസ് വൺ ഈസ് ഈക്വൽ ടു ക്യാൻസൽ ആയി പോയി, ആൻസർ 0 വരും. 0 എന്ന് പറയുന്നത് ഓപ്ഷൻ ഇ ചോയ്സ് ആണ്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 44th ക്വസ്റ്റ്യൻ. ദിസ് വൺ, ദ വാല്യൂസ് ഓഫ് എക്സ് in 0 less than or equal to x less than or equal to pi means first and second quadrant occupy ചെയ്യാൻ പറ്റും. cos 2x equal to cos x. cos 2x is equal to cos x. ഓക്കെ, നമുക്ക് cos 2x നെ നമുക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. cos 2x is equal to 2 cos square x minus 1 equal to cos x.
Here we get a quadratic equation 2 cos square x minus cos x minus cos x minus 1 equal to 0. Then on solving this one, cos x is equal to 1 or cos x is equal to minus 1 by 2. Cos x equal to 1, cos 0 is equal to 1. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 വരാം. ആൻഡ് അനദർ വാല്യൂ മൈനസ് 1 ബൈ 2. മൈനസ് 1 ബൈ 2 എന്ന് പറയുന്നത് ഏത് ക്വാഡ്രന്റിലാണ് വരിക? കോസ് നെഗറ്റീവ് വരുന്ന സെക്കൻഡ് അല്ലേ? 0 to pi by 2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിൽ 1 by 2 വരുന്ന കേസ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ 1 by 2 വരിക എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റിലെ 60 ഡിഗ്രിയാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ 60 ഡിഗ്രി ഇവിടെ നിന്ന് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 120. 120 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 pi by 3. X is equal to 0 and x is equal to 2 pi by 3. X is equal to 0 and x is equal to 2 pi by 3. That is option A. A option ആണ് ആൻസർ ആയിട്ട് വരിക. The next one is this one, 44th question. 45th question. The value of 10 into tan inverse of tan of cot inverse of 3 plus cot inverse of 7 is equal to dash. ഈ ചോദ്യമാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വരാം. 10 into tan of cot inverse of 3. Cot inverse of 3 can be 1 അല്ലേ? tan inverse of 1 by 3 plus tan inverse of 1 by 7. ഇതാണ് വരിക. ഈക്വൽ ടു 10 into tan inverse. ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് ടെക്നിക്ക് ഇതാണ്. ഇതിന് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നു 1 into 7. 1 into 7 എത്രയാണ്? 1 into 7 പ്ലസ് 1 into 3 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററുകളുടെ പ്രൊഡക്റ്റ് -1. ഇതാണ് വരിക. അപ്പോൾ ഇവിടെ വരുന്നത് tan inverse of 10 ഡിവൈഡഡ് ബൈ 20. കണ്ടോ? tan inverse എന്ന് പറഞ്ഞാൽ എത്ര വരിക? 10 by 20 വരും അല്ലേ? 10 into 10 divided by 20, and 0 get cancelled. 10 by 2 is equal to 5. 5 is option B option ആണ് ഇവിടെ നമുക്ക് കിട്ടുക. ഇതാ നോക്കാം. നമുക്ക് 46th ക്വസ്റ്റിനിലേക്ക് പോകാം. 46th ക്വസ്റ്റ്യൻ ഇതാണ്. tan of x plus tan y equal to 5 by 6 and cot x plus cot y is equal to 5. Then tan x plus y is dash. Tan x plus y is equal to dash. നമുക്കറിയാം tan x plus y, expansion of tan x plus y is to tan x plus tan y divided by 1 minus tan x into tan y. This one is ഇവിടെ tan x tan y എന്ന് പറയുന്ന പ്രോഡക്റ്റിൻ്റെ വാല്യൂ നമ്മൾ ഇവിടെ നിന്ന് കണ്ടുപിടിക്കണം. കോട്ട് എക്സിനെ നമുക്ക് എഴുതാൻ പറ്റുന്നത് 1 ഡിവൈഡഡ് ബൈ അല്ലേ? 1 ഡിവൈഡഡ് ബൈ tan x plus 1 divided by tan y equal to 5. On cross multiplication we get tan x plus tan y divided by tan x into tan y equal to 5. ഈ tan x plus yയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 5 by 6. 5 by 6ൻ്റെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാം. 5 ഡിവൈഡഡ് ബൈ 6 ഡിവൈഡഡ് ബൈ എന്തുണ്ട്? ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു tan x ഇൻറ്റു tan y. അപ്പോൾ ഇവിടെ 5 കട്ട് ചെയ്ത് പോയിട്ട് tan x ഇൻറ്റു tan y is equal to 1 by 6. ഓക്കെ, ഈ വാല്യൂ നമ്മൾ യൂസ് ചെയ്യും അതിൻ്റെ വാല്യൂ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. tan x plus y equal to tan x plus y is equal to tan x plus tan y divided by 1 minus tan x into tan y. That is equal to 5 divided by 6 divided by 1 minus 1 by 6 equal to 1. 5 by 6 by 5 by 6 equal to 1. 1 is the option E. Okay, now we are going to question number 47. 47ൽ ഇതാ ഇങ്ങനെയാണ് വരിക. sin 91 എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? sin 91 എന്ന് പറയുന്നത് കോസ് 1 ഡിഗ്രി എന്ന് എഴുതാൻ പറ്റും അല്ലേ? sin 90 പ്ലസ് തീറ്റ. ഇവിടെ sin 91 നമുക്ക് കോസ് 1 ഡിഗ്രി എന്ന് എഴുതാൻ പറ്റും. നമുക്കറിയാം കോസ് 1 ഡിഗ്രി പ്ലസ് sin 1 ഡിഗ്രി, കോസ് 1 ഡിഗ്രി പ്ലസ് sin 1 ഡിഗ്രി ഡിവൈഡഡ് ബൈ cos 1 degree minus sin 1 degree can be written as tan 45 plus 1 degree. Tan 45 plus 1 degree എന്ന് പറഞ്ഞാൽ എത്ര വരും? tan 46 degree. Okay, tan 46 is option A. Okay, now we are going to question number 48. 48th question is this one. The value of cos inverse of 1 by 5 plus എന്നാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കോസ് ഇൻവേഴ്സ്, ഒരു കോസ് ഇൻവേഴ്സും ഒരു സൈൻ ഇൻവേഴ്സും കൂടി ചേർത്തിട്ട് എന്ത് പറയാൻ പറ്റും? π/2 എന്ന് പറയാൻ പറ്റും. അപ്പോൾ കോസ് ഓഫ് π/2 പ്ലസ് സൈൻ ഇൻവേഴ്സ് 1/5 ഈക്വൽ ടു കോസ് 90 പ്ലസ് തീറ്റ. എന്താ കോസ് 90 പ്ലസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് സൈൻ തീറ്റയാണ്. മൈനസ് സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/5 ഈക്വൽ ടു മൈനസ് 1/5. മൈനസ് 1/5 ഈസ് ദ ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 49. 49th question is this one.
the equation of the line passing through the point -3, 7 with slope 0. -3, 7 കടന്നു പോകുന്ന -3, 7 സ്ലോപ്പ് 0 ആകുന്നതുമായ ഇക്വേഷൻ നമ്മുടെ റൂട്ട് ഇങ്ങനെയാണ് y - y1 = m × x - x1, y - y1 = m × x - x1, y - y1 is 7 equal to slope 0 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ റൈറ്റ് സൈഡ് 0, y = 7 is the answer. That is option B. Okay, now we are going to question number 50. 50th question is this one. Y is equal to mxa plus 2 intersects the parabola y is equal to ax square plus 5x minus 2 at 1,5. 1,5 intersect ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം 1,5 is a common point to both the line and curve. ഇവിടെ പരാബോളയാണ്, ഒരെണ്ണം സ്ട്രൈറ്റ് ലൈൻ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. 1,5 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈക്ക് പകരം 5 കൊടുക്കുന്നു, ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് 1 ആണ്, അതിൻ്റെ കോയിഫിഷ്യൻ്റ് മാത്രം എഴുതിയാൽ മതി. 2 ഇവിടെ നമുക്ക് കിട്ടുന്നു m is equal to 3, എമ്മിൻ്റെ വാല്യൂ 3 എന്ന് കിട്ടുന്നു. ഇവിടെയും 1,5 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 5 ഈക്വൽ ടു എക്സിന് 1 കൊടുക്കുന്നു a, എക്സിന് 1 കൊടുക്കുന്നു 5 minus 2, ദെൻ a is equal to 3 എന്ന് കിട്ടുന്നു. സോറി, a is equal to 3. ഇവിടെ നമുക്ക് കിട്ടുന്നത് m is equal to once again ഇവിടെ നമ്മൾ 1,5 എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എക്സിന് പകരം 1 കൊടുക്കുന്നു, എക്സിന് പകരം 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് m + 2 = 5 എന്നാണ്. m + 2 = 5, ദെൻ m = 3. ഓക്കെ, ക്ലിയർ. ദെൻ അടുത്തതിലേക്ക് നമ്മൾ വരികയാണ്. 1,5 എന്ന് പറയുന്നത് എവിടെ കൊടുക്കുക? y = ax square plus 5x minus 2 കൊടുക്കുകയാണ്. അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേക്കും y = 5 a into x square എന്ന് പറഞ്ഞാൽ 1 square, that is 1, ദെൻ പ്ലസ് 5 minus 2, 5 minus 2 is 3. ദെൻ നമുക്കിവിടെ കിട്ടുന്നത് a + 3 എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ എയുടെ വാല്യൂ എന്ത് കിട്ടും? എയുടെ വാല്യൂ 2 കിട്ടും. നമ്മളിവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണെന്ന് നോക്കി, ദ വാല്യൂ ഓഫ് a + m is dash a + m that is equal to 3 + 2. 3 + 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ്. 5 ഏത് ചോയ്സാണ്? ഈ ചോയ്സാണ്. അഗൈൻ ഈ ചോയ്സ്. ഓക്കെ, ഒരുപാട് ഈ ചോയ്സുകൾ ഇതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റൻ ഇതാണ്. 51th question. If the point P75, QA, 2A, R12, 30 are collinear, then the value of A is dash. എയുടെ വാല്യൂ എന്തായിരിക്കും എന്നാണ് ചോദിക്കുക. ഇവിടെ കൊളിനിയാരിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ 3-4 രീതിയിൽ ചെയ്യാൻ പറ്റും. കൊളിനിയർ എന്ന് പറയുമ്പോൾ ട്രയാങ്കിളിൻ്റെ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് ഏരിയ ഓഫ് ട്രയാങ്കിൾ 0 എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സ്ലോപ്പ് ഓഫ് PQ = സ്ലോപ്പ് ഓഫ് QR എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നമുക്ക് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ സ്ലോപ്പ് ഓഫ് PQ = സ്ലോപ്പ് ഓഫ് PR എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഇതാണ്. സ്ലോപ്പ് ഓഫ് PQ = സ്ലോപ്പ് ഓഫ് PR. കാരണം PR എടുക്കാൻ നമുക്ക് കുറച്ച് ഈസി വേ ആണ്. അവിടെ എന്താ സംഭവിക്കുക? എ എന്ന് പറയുന്നത് അല്ലേ, നമുക്ക് അറിയാൻ വയ്യാത്ത പാരാമീറ്ററിൻ്റെ എണ്ണം കുറഞ്ഞിരിക്കും. അവിടെ ന്യൂമറിക്കൽസ് ആയിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. അപ്പോൾ 2a - 5 y - y1 ഡിവൈഡഡ് ബൈ x - x1 a - 7 ഈക്വൽ ടു 30 - 5, 30 - 5 25 ഡിവൈഡഡ് ബൈ 12 - 7 that is 5. ഇവിടെ ക്യാൻസൽ ചെയ്തിട്ട് 5 എന്നാണ് കിട്ടുക. ഓൺ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വി ഗെറ്റ് 2a - 5 is equal to 5a - 35. 5a ഇവിടെ നിൽക്കട്ടെ. ഈ 2a റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേനും 5a - 2a ഈക്വൽ ടു 30 എന്നാണ് കിട്ടുക. 3aയുടെ വാല്യൂ 30 ആണെന്നുണ്ടെങ്കിൽ a is equal to 10. a is equal to 10 is which choice? a is equal to 10. ഈ ചോയ്സ്. അഗൈൻ ഈ ചോയ്സ് is the answer. We are going to question number 52. Question number 52 ഇങ്ങനെയാണ്. If the straight lines 4xa plus 6y is equal to 5 and 6xa plus ky is equal to 3 are parallel, we know that if the lines are parallel, the condition is a1 by a2 equal to b1 by b2. This is the condition. Parallels. For parallels, coinciding line ആകുമ്പോഴേക്കും എന്ത് വരും? ഈക്വൽ ടു c1 by c2 വരും. ഇന്റർസെക്റ്റിംഗ് ലൈൻ ആണെന്നുണ്ടെങ്കിലും സംഭവിക്കുക a1 by a2 നോട്ട് ഈക്വൽ ടു b1 by b2 ആയിരിക്കും. ഇവിടെ കോയിഫിഷ്യൻറ്റുകൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 4 divided by 6 ഈക്വൽ ടു എന്ത് വരണം? 4 divided by 6 ഈക്വൽ ടു 6 divided by k. കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ 2 divided by 3 എന്ന് കിട്ടും. ഈ 2ഉം 3ഉം കൂടി കട്ട് ചെയ്ത് പോട്ടെ. ഓൺ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ k is equal to 9. k is equal to 9 is which option? C is the option. Question number 52 is over. We are going to question number 53. 53rd question is this one. A2 is the point of intersection of the straight line y is equal to x minus 4 and y is equal to xa plus c. Then the value of c is equal to dash. C യുടെ വാല്യൂ എന്താണെന്ന്. അപ്പോൾ സിയുടെ വാല്യൂ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ A2 എന്ന് പറയുന്നത് നമ്മൾ ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. A2 is the point of intersection. That is A2 point of intersection ആവുന്നത് കൊണ്ട് തന്നെ രണ്ട് കർവിലെയും മീൻസ് ഇവിടെ തന്നിരിക്കുന്ന രണ്ട് സ്ട്രേറ്റ് ലൈനാണ്. രണ്ട് സ്ട്രേറ്റ് ലൈനെയും പോയിന്റ് ആയിരിക്കും. രണ്ട് പോയിന്റുകൾക്കും കോമൺ ആയിട്ടുള്ള പോയിന്റാണ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്ന് വിളിക്കുക. അതുകൊണ്ട് നേരെ ഫസ്റ്റ് പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് y ഈക്വൽ ടു വൈക്ക് വരെ നമ്മൾ കൊടുക്കുന്ന വാല്യൂ 2 ഈക്വൽ ടു 2a - 4 ആൻഡ്
2a is equal to 6a is equal to 3. എയുടെ വാല്യൂ 3 ആണ്. അപ്പോൾ 3 2 എന്ന് പറയുന്ന പോയിൻ്റാണ് നമ്മൾ എവിടെ കൊടുക്കുക, അടുത്ത ഇക്വേഷനകത്ത് y is equal to എക്സ് എ പ്ലസ് സിയിൽ കൊടുക്കുകയാണ്. y കോർഡിനേറ്റ് 2 ആൻഡ് എക്സ് കോർഡിനേറ്റ് 3 പ്ലസ് സി ആൻഡ് c is equal to -1. c is equal to -1 is option A. We are going to the next question, that is 54th question. The maximum value of z is equal to 7xa plus 5y subject to the constraints 2xa plus y less than or equal to 100, 4xa plus 3y less than or equal to 250 എന്ന് പറയുന്ന ഈ സെക്ഷനിലേക്കാണ് നമ്മൾ വരുന്നത്. സാധാരണഗതിയിൽ LPP ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് ചോദ്യങ്ങൾ സാധാരണ കുറേ നാളായിട്ട് കേരള എൻട്രൻസിന് ചോദിക്കാറില്ലായിരുന്നു. വളരെ പ്രീവിയസ് എക്സ്പീരിയൻസ് എടുത്തു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റ് ഇയറിൽ ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്ന ലെവലാണ്. പക്ഷേ ഈ വർഷം ചോദിച്ചിരിക്കുന്നു. അത് എല്ലാവർക്കും ശരിയാക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതാ നോക്കൂ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഗ്രാഫിക്കലി ആണ് സോൾവ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദിസ് വൺ. 2x ഡിവൈഡഡ് ബൈ 100 ഡിവൈഡ് ബൈ 100 ഡിവൈഡ് ബൈ 100. അപ്പോൾ ഇൻ്റർസെക്റ്റ് ഫോമിലേക്ക് മാറ്റുമ്പോൾ എക്സ് ഡിവൈഡഡ് ബൈ 50 പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു 1. ഇതിൻ്റെ ഗ്രാഫ് നമ്മൾ സ്കെച്ച് ചെയ്യണം. ദെൻ നെക്സ്റ്റ് വൺ 4x ഡിവൈഡഡ് ബൈ 240 ഡിവൈഡഡ് ബൈ 240 ഡിവൈഡ് ബൈ 240 എന്തായിരിക്കും വരിക, എക്സ് ഡിവൈഡഡ് ബൈ 240 divided by 4 60 plus again 240 divided by 3 divided by 240. അപ്പോൾ കട്ട് ചെയ്ത് പോകുമ്പോഴത്തേനും 80 y divided by 80 ഈക്വൽ ടു 1. ഇൻ്റർസെപ്റ്റ് ഫോമിൽ നമ്മൾ ഗ്രാഫ് വരച്ച് കഴിയുമ്പോഴത്തേനും ഫസ്റ്റ് വൺ എക്സ് കോർഡിനേറ്റ് എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് 50 ആണ്. എക്സ് ഇൻ്റർസെപ്റ്റ് 50 എന്ന് പറയുന്നത് ഇവിടെയാണ് വരിക. ദെൻ ഇവിടെ 100 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ് സ്കെച്ച് ഞാൻ കാണിച്ചു തരാം. 50 ആൻഡ് ദിസ് വൺ ഈസ് 100. എക്സ് ഇൻ്റർസെപ്റ്റ് 50 ആണ്, വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് 100 ആണ്. അങ്ങനെ വരുമ്പോഴേക്കും ഇതായിരിക്കും ഇതിൻ്റെ ഗ്രാഫ്. ദെൻ അടുത്ത ഗ്രാഫ് വരുന്നത് ഇതായിരിക്കും. എക്സ് ഡിവൈഡ് ബൈ 60 എന്ന് പറയുമ്പോഴേക്കും എക്സ് ഡിവൈഡ് ബൈ 60, എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് 60 ആണ്. എക്സ് ഇൻ്റർസെപ്റ്റ് 60 വരുന്നു. വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് 80 ആണ് വരിക. വൈ ഇൻ്റർസെപ്റ്റ് 4x divided by 240 plus 3y divided by 240 equal to 240 എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻ്റർസെപ്റ്റുകൾ എന്ന് പറയുന്നത് 60. എക്സ് ഇൻ്റർസെപ്റ്റ് 60 ആണ്, വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് 80 ആണ്. ഓക്കെ, എക്സ് ഇൻ്റർസെപ്റ്റ് 60 ആണ്, വൈ ഇൻ്റർസെപ്റ്റ് 80 ആണ്. 100ന് തൊട്ട് താഴെ വരും. ഇങ്ങനെ ഒരു ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് ഇവിടെ ഉണ്ടാവും. ഈ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് ആണ് നമ്മുടെ സൊല്യൂഷനായിട്ട് വരിക. മാക്സിമം വാല്യൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് മാത്രം ചിന്തിച്ചാൽ മതി. 0 എന്ന് പറയുന്ന പോയിന്റ് മറ്റ് വെർട്ടിസസുകളിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇതിനെ നമ്മൾ പറയുന്നത് ഫീസിബിൾ റീജിയൻ അല്ലേ. ഇത്രയും പോർഷൻ ഫസ്റ്റ് ക്വാർട്ടറിൽ ഈ പോർഷൻ നമ്മൾ വിളിക്കുന്നത് ഫീസിബിൾ റീജിയൻ എന്നാണ്. ആ ഫീസിബിൾ റീജിയൻ്റെ ഒരു വെട്ടക്സ് ആയിട്ടാണ് വരിക. ആ വെട്ടക്സ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനായിട്ട് ജസ്റ്റ് ഒരു ഐഡിയ എന്ന് പറയുന്നത് രണ്ട് കൂടി സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. സോൾവ് ചെയ്യുകയാണ്. 2x പ്ലസ് y ഈക്വൽ ടു 100 എന്ന് പറയുന്ന ഇക്വേഷൻ. അതിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 4x പ്ലസ് 2y ഈക്വൽ ടു 200 നമുക്ക് കിട്ടും. ദെൻ അടുത്തത് 4x പ്ലസ് 3y ഈക്വൽ ടു 240 എന്ന് പറയുന്നതാണ് അടുത്ത ഇക്വേഷൻ. ഡിഫറൻസ് എടുക്കുക, 3y മൈനസ് y ഈക്വൽ ടു 40 എന്ന് കിട്ടുന്നു. y ഈക്വൽ ടു 40 ഈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദിസ് വൺ. ഫസ്റ്റ് ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2x പ്ലസ് 40 ഈക്വൽ ടു 100 എന്നാണ് നമുക്ക് കിട്ടുക. 2xൻ്റെ വാല്യൂ 60 ആണെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 30 ആയിരിക്കും. ഓക്കെ, എക്സിൻ്റെ വാല്യൂ 30. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞു. ഇവിടെയാണ് 30, എക്സ് കോർഡിനേറ്റ് 30 എന്നും വൈ കോർഡിനേറ്റ് 40 എന്നും നമുക്ക് കിട്ടി. ഈ വാല്യൂ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക മാക്സിമം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 30, എക്സ് കോർഡിനേറ്റ് 30 ഇവിടെ കൊടുക്കുമ്പോഴേക്കും എന്ത് വരും, 210 പ്ലസ് 40 ഇവിടെ കൊടുക്കുമ്പോൾ എന്ത് വരും, 200. ടോട്ടൽ എത്ര വരും, 410. 410 എന്ന് പറയുന്നത് ഏത് ചോയ്സാണ്, ഡി ചോയ്സാണ്. ദിസ് ഈസ് ആൻസർ. ഇത് അല്പം ലെങ്തി ആയിട്ടുള്ള, സാധാരണ നമുക്ക് വേറെ ഷോർട്ട് കട്ടുകൾ ഇല്ലാത്ത ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ എന്നിരുന്നാൽ പോലും ഞാൻ പറഞ്ഞു ഫീസിബിൾ റീജിയനകത്ത് ആണ് സൊല്യൂഷൻ വരിക. അതുകൊണ്ട് ഇത് നമുക്ക് ആൻസറിലേക്ക് കടന്നു പോകാം. ഇങ്ങനെ അടുത്തൊരു ക്വസ്റ്റിലേക്ക് നമുക്ക് വരാം. 54th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 55th ക്വസ്റ്റ്യൻ ദിസ് വൺ. എ സർക്കിൾ വിത്ത് സെൻറ്റർ 3 6 passes through the point passes through -1 1. It is ദിസ് വൺ. ഏതാണ് ഓപ്ഷൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെൻറ്റർ 3 6. സെൻറ്റർ 3 6 എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മൾ എളുപ്പത്തിൽ കണ്ടെത്താനൊരു മാർഗ്ഗമുണ്ട്. എളുപ്പത്തിൽ കണ്ടെത്താനുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് ഈ എക്സ് കോർഡിനേറ്റിൻ്റെ ഡബിൾ എഴുതുക. എക്സ് കോർഡിനേറ്റ് ഡബിൾ എഴുതി സൈൻ ചേഞ്ച് ചെയ്തു. വൈ കോർഡിനേറ്റ് ഡബിൾ എഴുതുക, സൈൻ ചേഞ്ച് ചെയ്യുക. -6 എക്സും -12 വൈയും വരുന്ന ഇക്വേഷൻസ് സെലക്ട് ചെയ്യുക. -6 എക്സും -12 വൈയും വരുന്ന എ ചോയ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഇ ചോയ്സ് ഉണ്ട്. ഈ രണ്ടിൽ ഏതെങ്കിലും ആയിരിക്കും ആൻസർ. വേറെ ഒന്നിനകത്തും വന്നിട്ടില്ല, -6ഉം -12ഉം വന്നിട്ടില്ല. അപ്പോൾ എ ഓർ ഇ ആയിരിക്കും ആൻസർ. ഇനി അതിൽ നിന്ന് നമ്മൾ ചിന്തിക്കേണ്ട അടുത്ത ടെക്നിക്ക് എന്ന് പറയുന്നത് -1 കടന്നുപോയി എന്ന് പറയുന്നു. -1 കടന്നുപോയി എന്ന് പറയുമ്പോൾ ആ പോയിന്റ് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. നമ്മൾ ഒറിജിനൽ മെത്തേഡിലല്ല പോകുന്നത്. -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ശരിയാവണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരും, 1 + 1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇവിടെ -1 കൂടെ കൊടുക്കുമ്പോൾ എന്ത് സംഭവിച്ചു, +6. അടുത്ത പോയിന്റ് എന്ത് വരും, -12 + 4. സാറ്റിസ്ഫൈഡ് ആണോ നോക്കിക്കേ. ഇവിടെ കിട്ടുന്നത് -8, ഇവിടെ കിട്ടുന്നത് +8. ക്യാൻസലാകും, 0 വരും. അതുകൊണ്ട്
എ ചോയ്സ് അല്ല ആൻസർ, ഈ ചോയ്സ് ആണ് ആൻസർ. ഓക്കെ, അങ്ങനെ ഓപ്ഷൻ ചെക്കിങ്ങിലൂടെയാണ് നമ്മൾ കണ്ടെത്തിയത്. അപ്പോൾ ചോയ്സിലൂടെ നമ്മൾ ആൻസറിലേക്ക് എത്തുന്ന വഴികൾ നോക്കുക. 3, 6, ദെൻ അതിൻ്റെ ഡബിൾ എടുക്കുന്നു, സൈൻ ചേഞ്ച് ചെയ്യുന്നു, അങ്ങനെയുള്ള കോയിഫിഷ്യൻ ഉള്ളത് എ ചോയ്സ് ഓർ ഈ ചോയ്സ്. എ ചോയ്സ് ഓർ ഈ ചോയ്സിനകത്ത് -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സാറ്റിസ്ഫൈ ചെയ്യുന്ന എ ചോയ്സ് അല്ല, ഈ ചോയ്സ് ആണ്. അതുകൊണ്ട് ഈ ചോയ്സ് ഈസ് ദി ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 56 ഇതാണ്. ദ സെൻറ്റർ ആൻഡ് റേഡിയസ് ഓഫ് ദി സർക്കിൾ. വളരെ സിമ്പിളായ ഒരു ചോദ്യമാണ്, പ്രിലിമിനറി ക്വസ്റ്റ്യൻ. സെൻറ്റർ ആൻഡ് റേഡിയസ് കണ്ടുപിടിക്കാൻ നമുക്ക് മാർഗ്ഗം ഇതാണ്. എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് എടുക്കൂ, ഹാഫ് എടുക്കൂ, സൈൻ ചേഞ്ച് ചെയ്യൂ. വൈയുടെ കോയിഫിഷ്യൻ്റ് എടുക്കൂ, ഹാഫ് എടുക്കൂ, സൈൻ ചേഞ്ച് ചെയ്യൂ. 2 - 1 ഈസ് ദ സെൻറ്റർ ആൻഡ് റേഡിയസ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ദിസ് 1, 4 + 1, ദറ്റ് ഇസ് ഈക്വൽ ടു √5. 2 - 1 √5, 2 - 1 √5, 2 - 1 √5, 2 - 1 √5. Option C choice. C is the option. Okay. Now we are going to question number 57. 57 ഇങ്ങനെയാണ്. The equation of circles whose radius is √7 and concentric with the circle x² + y² - 8x + 6y - 11 = 0 is dash. അവിടെ ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ, കോൺസെൻട്രിക് സർക്കിൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകത എന്ന് പറയുന്നത് സെൻറ്റർ സെയിം ആയിരിക്കും, റേഡിയസിൽ വേരിയേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. റേഡിയസ് വേരിയേഷൻ ഒരേ സെൻറ്ററുള്ള ഒരുപാട് സർക്കിൾ ഒരുമിച്ച് പറയുന്ന പേരാണ് കോൺസെൻട്രിക് സർക്കിൾസ് എന്ന് പറയുക. അപ്പോൾ ഇതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നു കോൺസെൻട്രിക് സർക്കിളിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ കോൺസ്റ്റന്റ് ടൈമിൽ മാത്രമായിരിക്കും ഡിഫറൻസ് ഉണ്ടാവുക. റേഡിയസ് √7 തന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ടെക്നിക്ക് ഉപയോഗിക്കാം. റേഡിയസ് എങ്ങനെയാണ് √7 തന്നിരിക്കുക. ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമ്മൾ എടുക്കുകയാണ്. റേഡിയസ് R = സ്ക്വയർ റൂട്ട് ഓഫ് G² + F² - C എന്നാണ് ഫോർമുല. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുകയാണ് √7 = സ്ക്വയർ റൂട്ട് ഓഫ് G². എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കോയിഫിഷ്യൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര വരും? 16. വൈയുടെ കോയിഫിഷ്യൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ എത്ര വരും? 9. മൈനസ് എന്ന് പറയുമ്പോൾ +11 എന്ന് വരും അല്ലേ. ഇപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 20 + 16 എത്ര വരും? 36 അല്ലേ. 36 again, once again, 11 + 9, 20 + 16, 36 square root. Oh sorry, I missed a step. നമ്മൾ പറഞ്ഞിരിക്കുന്നു ഇതിൻ്റെ കോൺസ്റ്റൻറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്തിൽ മാത്രം വ്യത്യാസം വരുന്നതാണ്? കോൺസ്റ്റൻറ്റ് ടൈമിൽ മാത്രം വ്യത്യാസം വരുന്നതാണ്. അപ്പോൾ ഈ സർക്കിളിൻ്റെ ഏതിൽ മാത്രം വ്യത്യാസം വരും? കെ എന്ന് പറയുന്ന പാരാമീറ്ററാണ് നമ്മളിവിടെ കൊടുക്കുക. 11 പകരം നമ്മൾ കെ ആണ് കൊടുക്കുക, +k അല്ലേ, +k. ഇവിടെ +k ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോർമുലക്കകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -c എന്ന് പറഞ്ഞാൽ -k എന്നാണ് വരിക. അപ്പോൾ ഇവിടെ വരുന്നത് √7 = സ്ക്വയർ റൂട്ട് ഓഫ് 25 - k ഓൺ സ്ക്വയറിങ് എന്ത് കിട്ടും? 7 = 25 - k എന്ന് കിട്ടും. അപ്പോൾ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 7 - 25, ദാറ്റ് ഈസ് 7 - 25 എന്ന് പറഞ്ഞാൽ എത്ര വരും? 7 - 25 - 18, -k = -18, k = 18. k = 18 എന്ന് പറയുന്നത് ഏതാണ് ഓപ്ഷൻ? k = 18 എന്ന് പറയുന്നത്, k = +18 വരുന്നത് ഇവിടെ 18k വരുന്നത് രണ്ട് ചോയ്സ് ആണുള്ളത്, ബി ചോയ്സും ഡി ചോയ്സും. അതിൽ +18 വന്നിരിക്കുന്ന ചോയ്സ് ഏതാണ്? ബി ചോയ്സ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ പോവാം. അതല്ലെങ്കിലുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് സെൻറ്റർ കണ്ടുപിടിക്കുക. അത് സ്ട്രൈറ്റ് ഫോർവേഡ് മെത്തേഡാണ്. ആ മെത്തേഡ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. 4 - 3 എന്ന് പറയുന്ന സെൻറ്റർ, റേഡിയസ് എന്ന് പറയുന്ന സംഗതി √7 ആണ്. x - 4 the whole square plus y - +3 the whole square = √7 സ്ക്വയർ എന്ന് പറയുന്നത്. ഇത് എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുന്നതാണ് നമ്മുടെ ബി ചോയ്സ്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 58. Is this one? The vertex of the parabola y is equal to x - 2a, x² - 2x + 4 is shifted to p units to the right and then q units to the up. If the resulting point is 4, 5, then the value of p and q respectively are dash and dash. ഇതാണ് നമ്മൾ പോകുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ വെർട്ടക്സ് നമ്മൾ കണ്ടുപിടിക്കുക. ആദ്യം ഫസ്റ്റിലെ വെർട്ടക്സ് കണ്ടുപിടിക്കുക. y = x² - 2x + 4. y = x - 1 the whole square, x - 1 the whole square + 3 അല്ലേ. നമുക്ക് അങ്ങനെ എഴുതാൻ കഴിയും. ഇതിനെ ഈ +3 എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ y - 3 = x - 1 the whole square. അപ്പോൾ വെർട്ടക്സ് എന്തായിട്ട് മാറി? വെർട്ടക്സ് എക്സ് ഒരു മൈനസും കഴിഞ്ഞിട്ടുള്ളത്, വൈയും ഒരു മൈനസും കഴിഞ്ഞിട്ടുള്ളത്. ഇതാണ് വെർട്ടെക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനെ കൊണ്ടുപോകാം. റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു. എത്ര യൂണിറ്റ്? പി യൂണിറ്റ്. റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ എക്സ് കോർഡിനേറ്റ് മാത്രം ചേഞ്ച് വരും. എക്സ് കോർഡിനേറ്റ് മാത്രം ചേഞ്ച് എന്ന് പറഞ്ഞാൽ 1 + p എന്നായിരിക്കും എക്സ് കോർഡിനേറ്റ് ചേഞ്ച് ആവുക. വൈ ഹാസ് നോ ചേഞ്ച്. ഇതാണ് ഇപ്പോഴത്തെ കോർഡിനേറ്റ്സ്. പി യൂണിറ്റ് റൈറ്റ് സൈഡിലേക്ക് പോയി. ഇനി ഇവിടെ നിന്ന് ക്യൂ യൂണിറ്റ് അപ്പിലേക്ക് പോയി എന്ന് പറയുന്നു. ക്യൂ യൂണിറ്റ് അപ്പോടെ പോയി കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് എക്സ് കോർഡിനേറ്റ് ഹാസ് നോ ചേഞ്ച്, വൈ ഈസ് ഇൻക്രീസ്ഡ് ബൈ ക്യൂ. Okay, then the point becomes 1 + p and 3 + q. Okay, this one is equal to how much? 4, 5. 4, 5. X coordinate equal to u, so p is equal to 3. Y coordinate equal to u, q is equal to 2. P is equal to 3 and q is equal to 2.
3 and 2, option D. Okay. Now we are going to question number 59. The vertex of the parabola y is equal to x minus 2 into x minus 8 plus 7 is dash. അതിൻ്റെ വെർട്ടെക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് വീണ്ടും നമ്മൾ y മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു y മൈനസ് കെ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ആ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടെത്തുക. y is equal to x square minus 10x sum of a plus b എന്ന് പറഞ്ഞാൽ minus 2 plus minus 8 10x plus product അപ്പോൾ എത്ര വരും 16 plus 7 is equal to something. Then y equal to x minus 5 the whole square minus 25 plus 23. Okay, completing the square. Y equal to x minus 5 the whole square minus 2. Then y plus 2 equal to x minus 5 the whole square and 5 minus 2 is the vertex. x ഒരു മൈനസും കഴിഞ്ഞിട്ടുള്ള നമ്പർ എടുക്കൂ x കോർഡിനേറ്റ് ആയി, y ഒരു മൈനസും കഴിഞ്ഞിട്ട് അപ്പോൾ ഈ പ്ലസ് ക്യാൻ ബി സ്പ്ലിറ്റഡ് ആസ് മൈനസ് മൈനസ്. Then 5 minus 2 is the vertex. 5 minus 2, that is option B. Okay, now we are going to question number 60. The major and minor axis of the ellipse, 400 x square plus 100 y square equal to 40,000 ആണ് വന്നിരിക്കുന്നത്. അവിടെ നമുക്ക് ആ 0 ഒന്നും ആവശ്യമില്ല അല്ലേ, അത് ഇപ്പോൾ തന്നെ കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. എന്താ ഇത് പോയി ഇനി എന്ത് ചെയ്യുക, റൈറ്റ് സൈഡ് 1 ആക്കണം, അപ്പോഴാണ് സ്റ്റാൻഡേർഡ് ഫോം കിട്ടുക. റൈറ്റ് സൈഡ് 1 കിട്ടാൻ വേണ്ടിയിട്ട് ഡിവൈഡ് ബൈ 400 എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 4x സ്ക്വയർ ഡിവൈഡ് ബൈ 400. അപ്പോൾ എന്ത് വരും, 4ഉം 400 കട്ട് ചെയ്ത് പോയിട്ട് 100 എന്ന് വരും അല്ലേ, പ്ലസ് y സ്ക്വയർ ഡിവൈഡ് ബൈ 400 ഈക്വൽ ടു 1. സ്റ്റാൻഡേർഡ് ഫോം കിട്ടിക്കഴിഞ്ഞു. മേജർ മൈനർ ആക്സിസ് ആണ്. ഇവിടെ എ സ്ക്വയർ 400 എന്ന് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 20 ആണ്. ബി സ്ക്വയർ എന്ന് പറയുന്നത് 100 ആണ്, അപ്പോൾ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 10 ആണ്. 2a ആണ് മേജർ ആക്സിസ്, ദാറ്റ് ഈസ് 40. 2b ഈസ് ദ മൈനർ ആക്സിസ്, ദാറ്റ് ഈസ് 20. 20 40 40 20 40 20 pair. Yes, 40 20 pair is option C. Okay, now we are going to question number 61. The eccentricity of the ellipse x square plus y square divided by 4 is equal to 1 is dash. x square divided by 1 ഉണ്ടെന്ന് സങ്കല്പിച്ചോളൂ, ഡിനോമിനേറ്റർ 1 ഉണ്ടല്ലോ. അപ്പോൾ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് എലിപ്സിനെ സംബന്ധിച്ചിടത്തോളം എക്സെൻട്രിസിറ്റി ഇ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ. ഇതായിരിക്കും സ്ക്വയർ റൂട്ട് ഓഫ് 4 minus 1 divided by 4 is equal to √3 divided by 2. √3 by 2 ഏതാണ് ഓപ്ഷൻ, √3 by 2 is second option. Okay, now we are going to question number 62. The lattice rectum of the hyperbola 3x square minus 2y square is equal to 6. Okay, 6. Again, ഇതിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുകയാണ് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക്. ഡിവൈഡിങ് ഈച്ച് ആൻഡ് എവറി ടൈം ബൈ 6 we get x square divided by 2 minus y square divided by 3 equal to 1. We know that the formula for lattice rectum is 2b square by a equal to 2 into b square divided by a is √2, and finally we get 3 √2. 3 √2 is option E. Okay, we are going to the next one, 63rd question. Vector u is equal to I minus 3j plus 2k and vector v is equal to this one. ഇതിന് നമുക്ക് ഒരു ഷോർട്ട് കട്ട് എന്നുള്ളത് ഇതാണ്, u സ്ക്വയർ ഇൻറ്റു വി സ്ക്വയർ. യു സ്ക്വയർ ഇൻറ്റു വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കണം നോക്കൂ, 1 പ്ലസ് 9 പ്ലസ് 4 ഇൻറ്റു അടുത്ത് വരുന്നത് 4 ഇൻറ്റു 4 പ്ലസ് 16 പ്ലസ് 25. That is equal to 10 14 into 20 45 equal to 7 into 90, which is equal to 630. Okay, 630 we choice. Okay, now we are going to question number 64. The direction cosines-ന്റെ ഫോർമുല നമുക്കറിയാം അല്ലേ, a ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആൻഡ് ബി ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് സി ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് അങ്ങനെയാണ് പോവുക. അപ്പോൾ ഇവിടെ എ ഡിവൈഡ് ബൈ എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കണം, 1 ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ഒരെണ്ണത്തിൻ്റെ കണ്ടുപിടിച്ചാൽ മതിയാവും. 1 പ്ലസ് 25 പ്ലസ് 64 അല്ലേ, 64. ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് 90 ആണ്. 90യുടെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോഴും കിട്ടുന്നത് എന്തായിരിക്കും, 1/3 √10. ഓക്കെ, 1/3 √10. അപ്പോൾ ഫൈനലി ആൻസർ എന്തായിരിക്കും, 1/3 √10. അനദർ കോയിഫിഷ്യൻറ്റ് -5 divided by 3 √10. ദെൻ നെക്സ്റ്റ് വൺ ഈസ് 8 divided by 3 √10. ഇങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കിയേ, 1/3 √10 -5/3 √10 8/3 √10, ഓപ്ഷൻ ബി. ഓക്കെ, now the next one is this one, 65th question.
vector A is equal to something, vector B is equal to something, theta is the angle between them, then tan theta is equal to dash, then tan theta is equal to dash. അവിടെ നമ്മൾ ഡയറക്റ്റ് tan theta എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻ ഇല്ല, sin theta cos theta കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, നമ്മളത് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ cos theta നമുക്ക് കണ്ടുപിടിക്കാം. cos theta കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല എന്താണ്? cos theta equal to a dot b divided by, അപ്പോൾ 1 into 2 2 plus 1 into 3 3 മൈനസ് അല്ലേ, മൈനസ് 1 into plus 1 minus 1 ഡിവൈഡഡ് ബൈ, ഇനി നമുക്ക് റൂട്ട് എടുക്കാം അല്ലേ. റൂട്ട് എടുക്കുമ്പോൾ കിട്ടുന്നത് 1 റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ റൂട്ട് 3 ഡോട്ട്, ഇവിടെ വരും എന്തോരും 4 പ്ലസ് 9 പ്ലസ് 1 എന്തോരും റൂട്ട് 14, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ റൂട്ട് 42. ഓക്കെ, ഇനി നമുക്കിതൊരു ട്രയാങ്കിൾ വരച്ചിട്ട്, ഒരു ഷോർട്ട് കട്ട് ടെക്നിക്കാണ്, ട്രയാങ്കിൾ വരച്ചു, ഇത് തീറ്റ മാർക്ക് ചെയ്തു. കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും, ഇതിൻ്റെ സ്ക്വയർ 42 മൈനസ് 16 ദാറ്റ് ഈസ് ഈക്വൽ ടു 26 എന്ന് വരും അല്ലേ. ദെൻ സ്ക്വയർ റൂട്ട് വരും, പൈതഗോറസ് തിയറം 26. ഇനി ഇതിൽ നിന്ന് ടാൻ തീറ്റ നമുക്ക് നോക്കി പറയാം. ടാൻ തീറ്റ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഓപ്പോസിറ്റ് സൈഡാണ്, അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 26 ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, റൂട്ട് 26 ഡിവൈഡ് ബൈ 4 എന്ന് പറയുന്നത് നമ്മുടെ ബി ഓപ്ഷനാണ്. ഓക്കെ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 66 ആണ് നമ്മൾ ചെയ്യുന്നത്. 66ൽ എങ്ങനെയായിരിക്കും, ദ വാല്യൂ ഓഫ് ലാംഡ സച്ച് ദാറ്റ് ദ വെക്ടേഴ്സ് 2i മൈനസ് ജെ പ്ലസ് 2k ആൻഡ് 3i പ്ലസ് 2j ആർ പെർപെൻഡിക്കുലർ ആകുമ്പോഴേക്കും അവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് എ കണ്ടീഷൻ. ഇവിടെ 2 ഇൻറ്റു 3 മൈനസ് 2 ലാംഡ ഇൻറ്റു -1 അല്ലേ, അപ്പോൾ -2 ലാംഡ ഈക്വൽ ടു 0, 2 ക്യാൻസൽ ആകും, ലാംഡ ഇസ് ഈക്വൽ ടു 3 എന്ന് പറയും അല്ലേ, ലാംഡ ഇസ് ഈക്വൽ 3, ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദിസ് വൺ. ദെൻ 67th ക്വസ്റ്റ്യൻ, ഇവിടെ നമ്മൾ ചെയ്യുന്നത് മോഡുലസ് ഓഫ് സംതിങ് ഈസ് ഈക്വൽ ടു 3 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. മോഡുലസ് ഓഫ് സംതിങ് 3 എന്ന് പറയുമ്പോൾ നമ്മളതിനെ ജസ്റ്റ് സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്യുമ്പോഴേക്കും കിട്ടുന്നത് ഇതായിരിക്കും, ആൽഫ സ്ക്വയർ പ്ലസ് 2 ആൽഫ പ്ലസ് 1 പ്ലസ് 2 സ്ക്വയർ ദാറ്റ് ഈസ് 4 അല്ലേ, 4 ഈക്വൽ ടു 9. ഇവിടെ ആൽഫ സ്ക്വയർ 2 ആൽഫ സ്ക്വയർ പ്ലസ് 2 ആൽഫ 4 പ്ലസ് 1 5 മൈനസ് 9 മൈനസ് 4 ഈക്വൽ ടു 0. Dividing by 2 we get alpha square plus alpha minus 2 equal to 0, alpha plus 2 into alpha minus 2 minus 1 equal to 0, then alpha is equal to 1 or alpha is equal to minus 2, 1 or minus 2, that is option E. Okay, the next one is question number 68. Vector A is equal to something, vector B is equal to something, then the value of A plus B dot A minus B. നമ്മൾ ഡയറക്റ്റ് അങ്ങ് എഴുതിയാൽ മതി, A plus B dot A minus B equal to A plus B, 2 plus 2 4, 2 minus J അല്ലേ, 2J minus J plus 1J, 3K plus K 4K dot ഡിഫറൻസ് എടുക്കുകയാണ്, 2 minus 2 0i, 2j minus minus plus 3j, 3k minus k 2k equal to dot product എടുക്കുമ്പം ഫസ്റ്റ് ടൈം 0 plus 3 plus 8 that's equal to 11 is option D. Okay, now question number 69. Let A is equal to something, B is equal to vector something, the projection of A on B is equal to projection of B on A. Projection of A on B is equal to projection of B on A implies modulus of A is equal to modulus of B. Modulus of A is equal to modulus of B. Then modulus of A is equal to modulus of B. 1 plus 4 plus 9 equal to lambda square plus 9. 9 get cancelled. Lambda square is equal to 5. Lambda is equal to plus or minus root 5. Okay, lambda is equal to plus or minus root 5. Option A. Okay. Next, question number 70. 70 ഇതാണ്. A is equal to something, B is equal to something, A dot B is equal to 4, A minus B, modulus of A minus B is dash. Modulus of A minus B. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇതാണ്, modulus of A minus B, the whole square is equal to modulus of A square plus modulus of B square minus 2 into A dot B equal to 2 square 4, 3 square 9 minus 2 into 4 equal to 13 minus 8 is equal to 5.
ഇവിടെ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 5, ദെൻ മോഡുലസ് ഓഫ് എ മൈനസ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? √5. ഓക്കെ, √5. √5 is option E. Okay, now question number 71. Which one of the following points lie on the straight line x minus 1 by 2 equal to y plus 1 divided by 4 equal to z minus 2 divided by minus 2? ഇതിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ഈസി എന്താണെന്ന് അറിയാമോ? സീറോ ഏതെങ്കിലും ഉള്ള ഏതെങ്കിലും കോർഡിനേറ്റ്സ് സീറോ ആയിട്ടുള്ള പോയിന്റ് ആദ്യം ചെക്ക് ചെയ്യുക, അതിനുശേഷം ബാക്കി നോക്കിയാൽ മതിയാവും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ട്രൈ ചെയ്യാം. ഈ പോയിന്റിനെ പറ്റി നമുക്ക് ചിന്തിക്കാം. സീറോ ഇവിടെ കൊടുക്കുക. സീറോ ഇവിടെ കൊടുക്കുമ്പോൾ എന്ത് വരും? 1 എന്ന് കിട്ടും അല്ലേ? 1 കിട്ടും. ഈ 3 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കേ. 3 - 1 ഡിവൈഡ് ബൈ 2 എന്ത് കിട്ടി? 1 കിട്ടുന്നില്ലേ? ഇവിടെ 3 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കേ. 3 + 1 ഡിവൈഡ് ബൈ 4 ഈക്വൽ ടു എന്ത് കിട്ടും? 1 കിട്ടുന്നില്ലേ? അപ്പോൾ ഈ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാറ്റിസ്ഫൈഡ് ആണല്ലോ. ഫസ്റ്റ് ഓപ്ഷൻ ഇസ് ദ ആൻസർ. ഓക്കെ, ബൈ ചെക്കിംഗ് ഓപ്ഷൻ നമ്മുടെ ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് തന്നെ ആൻസറാണ്. അതുകൊണ്ട് ഡി ഈസ് ദി ആൻസർ. പോകാം നമുക്ക് 72nd question. 72nd question. A plane passes through the point 0, 1, 1 and has normal I plus j plus k. Its equation is dash. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് r.n = d എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് യൂണിറ്റ് വെക്ടർ ആണെന്നുണ്ടെങ്കിൽ എക്സ് എ പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു ഡി എന്ന് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ ഇതിലൂടെ കടന്നുപോയി എന്ന് പറയുമ്പോൾ 0 + 1 + 1 ഈക്വൽ ടു ഡി എന്നെടുത്താൽ ഡിയുടെ വാല്യൂ നമുക്ക് 2 എന്ന് കിട്ടിയാൽ ഇക്വേഷൻ എന്തായിട്ട് മാറും? എക്സ് എ പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു 2. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി ഇസ് ദി ആൻസർ. ഓക്കെ, ദെൻ question number 73 എങ്ങനെയാണ്? ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് 4, 2, 3 ഫ്രം ദ പ്ലെയിൻ ദിസ് വൺ. ഇതിനെ നമ്മുടെ മറ്റു ഫോമിലേക്കൊന്നും എഴുതേണ്ട ആവശ്യമില്ല, ഡയറക്റ്റായിട്ട് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡി ഈസ് ഈക്വൽ ടു നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് പോയിന്റ് 4 × 6 24 പ്ലസ് 2 × 2 4 മൈനസ് 27 മൈനസ് 46 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 6 36 2 4 മൈനസ് 9 പ്ലസ് 81 മോഡൽസ് ഈക്വൽ ടു ഇവിടെ 28 - 1 28 - 27 1 ആഡ് ചെയ്യുമ്പോഴേക്കും മൈനസ് 45 ഡിവൈഡഡ് ബൈ ഇവിടെ വരുന്നത് 40 + 81 121 സ്ക്വയർ റൂട്ട് എടുത്തു 11 മോഡൽസ് എടുത്തു 41 ഡിവൈഡഡ് ബൈ 45 ഡിവൈഡഡ് ബൈ 11 45 ഡിവൈഡ് ബൈ 11 എന്ന് പറയുന്നത് സി ചോയ്സ്. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 74. ക്വസ്റ്റ്യൻ നമ്പർ 74 ഇതാണ്. The sum of intercepts made by the plane, this one is dash. അതിൽ നമ്മൾ ചെയ്യുന്നത് ഡിവൈഡ് ബൈ എല്ലാത്തിനും ഡിവൈഡ് ചെയ്യുക. 18 വെച്ച് ഡിവൈഡ് ചെയ്തു, ഇവിടെ 18 വെച്ച് ഡിവൈഡ് ചെയ്തു, ഇവിടെ 18 വെച്ച് ഡിവൈഡ് ചെയ്തു, ഇവിടെ 18 വെച്ച് ഡിവൈഡ് ചെയ്തു, ഈക്വൽ ടു 1 എന്ന് പറയുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. ഇവിടെ എന്താ വരിക? 6 + 18 + 9 6 + 18 + 9 എത്ര നോക്കി? 6 + 18 + 9 6 + 9 15 ദെൻ 33 ഏത് ഓപ്ഷനാണ്? സി ഓപ്ഷൻ. ഓക്കെ, ഒരു സ്റ്റെപ്പ് പോലും ഇല്ല, അത്ര സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ? Then next one is 75th question. The point at which the line x minus 2 divided by 1 y minus 4 divided by minus 5 z plus 3 divided by 4 intersects xy plane is dash. xy പ്ലെയിനിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ z കോർഡിനേറ്റ് 0 ആയിരിക്കും. z കോർഡിനേറ്റ് 0 ആയിട്ടുള്ള ഓപ്ഷൻ ഏതെങ്കിലും ഒരെണ്ണമാണ് ഉള്ളതെങ്കിൽ, സിംഗിൾ ഓപ്ഷനേ ഉള്ളതെങ്കിൽ അതായിരിക്കും ആൻസർ ആയിട്ട് വരിക. ഇവിടെ നിർഭാഗ്യവശാൽ എല്ലാ ഓപ്ഷൻ്റെയും z കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്ത് നോക്കണം. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഓപ്ഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ടെക്നിക്ക് ഇതാണ്. ഇവിടെ ഇസഡിന് 0 കൊടുക്കുക. ഇസഡിന് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 3/4 കിട്ടും അല്ലേ? 3/4 എന്ന് കിട്ടും. 3/4 കിട്ടും. ഏതൊക്കെ പോയിന്റുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് രണ്ട് ഇക്വേഷൻ്റെ മറ്റ് രണ്ട് പാർട്ടിൽ 3/4 കിട്ടും എന്ന് ചെക്ക് ചെയ്താൽ മതി. നമുക്ക് 11/4 സ്റ്റാർട്ട് ചെയ്യാം. 11/4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കി 11 ഡിവൈഡ് ബൈ 4 മൈനസ് 2 ഡിവൈഡ് ബൈ 1 എന്ന് പറയുന്നത് എന്താ വരിക? 11 - 8 ഡിവൈഡ് ബൈ 4 ഈക്വൽ ടു എന്ത് വരും? 3 ഡിവൈഡ് ബൈ 4. ഓക്കെ, 3/4 കിട്ടിയിട്ടുണ്ട്. ഇവിടെ 1/4 കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അടുത്തിനകത്ത് y കോർഡിനേറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/4 - 4 ഡിവൈഡ് ബൈ -5 നോക്കുക. 1 - 16 ഡിവൈഡ് ബൈ 4 ഇൻറ്റു -5 ദാറ്റ് ഇസ് ഈക്വൽ ടു -15 ഡിവൈഡ് ബൈ 4 ഇൻറ്റു -5 മൈനസ് കട്ട് ചെയ്ത് പോയി 5 15 കട്ട് ചെയ്തു 3/4. ദ ഫസ്റ്റ് ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ തന്നെ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്. എ ഇസ് ദി ആൻസർ. ഓക്കെ, ഓപ്ഷൻ ചെക്കിംഗ് ബൈ ഓപ്ഷൻ ചെക്കിംഗ് എ ഇസ് ദി ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 76 ഇതാണ്. The Cartesian equation of the line passing through the points 1 - 1 2 and 7 0 5 is dash. നോക്കൂ, ഡയറക്റ്റായിട്ട് ആൻസറിലേക്ക് നമ്മൾ വരികയാണ്. x - x1 1 ഡിവൈഡ് ബൈ x2 - x1 എന്ന് പറഞ്ഞാൽ എത്ര വരും? 6 ഈക്വൽ ടു y - -1 പ്ലസ് 1 ഡിവൈഡ് ബൈ 0 - -1 1 ഈക്വൽ ടു z - 2 ഡിവൈഡ് ബൈ 5 - 2 3
ഇങ്ങനെ ഓപ്ഷൻ വല്ലതും ഉണ്ടോ നോക്കി. 613 ഡിനോമിനേറ്റർ വരിക. 613 ഡിനോമിനേറ്റർ വരുന്ന ഓപ്ഷൻ അല്ലേ. എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ 6, വൈ പ്ലസ് 1 ഡിവൈഡ് ബൈ 1, ഇസഡ് മൈനസ് 2 ഡിവൈഡ് ബൈ 3. ഓക്കെ, ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. ദ നെക്സ്റ്റ് വൺ ഈസ് ദിസ് വൺ. 77th ക്വസ്റ്റ്യൻ അത് ദ ആംഗിൾ ബിറ്റ്വീൻ ദ പ്ലെയിൻസ്. ആംഗിൾ ബിറ്റ്വീൻ ദ പ്ലെയിൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് cos θ = a1a2 plus b1b2 plus c1c2 divided by root of a1 square plus b1 square plus c1 square into root of a2 square plus b2 square plus c2 square എന്ന് പറയുന്നത് പഠിച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് പോവാം. cos θ equal to a1a2 1 b1b2 എന്ന് പറയുമ്പോൾ -2 c1c2 എന്ന് പറഞ്ഞാൽ 3 ഡിനോമിനേറ്ററിലേക്ക് വരുന്നത് √3 ഇൻറ്റു √491 14. ഇവിടെ ക്യാൻസലേഷൻ വരുന്നു. എന്ത് സംഭവിച്ചു? -2 + 3 1 1 + 1 2 ഡിവൈഡ് ബൈ √42. ഇത് cos θ ആണെങ്കിൽ തീറ്റ എന്തായിരിക്കും? θ = cos ഇൻവേഴ്സ് ഓഫ് 2 ഡിവൈഡ് ബൈ 42 റൂട്ട് ഓഫ്. ഇങ്ങനെ ഓപ്ഷൻ നോക്കുക. 2 ഡിവൈഡ് ബൈ √42 cos ഇൻവേഴ്സ് ഓഫ് 2 ഡിവൈഡ് ബൈ 42 ഓപ്ഷൻ എ. ഓക്കെ, നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ നമ്പർ 78th ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഇക്വേഷൻ ഓഫ് പ്ലെയിൻ പാസിംഗ് ത്രൂ ദ ഇൻ്റർസെക്ഷൻ ഓഫ് ദ പ്ലെയിൻസ്. ഇവിടെ ഫാമിലി ഓഫ് ലൈൻസും ഫാമിലി ഓഫ് സർക്കിൾസിൻ്റെ ഒക്കെ ഇക്വേഷൻ പറയുന്നത് പോലെ തന്നെ പ്ലെയിൻസിൻ്റെ ഫാമിലിയുടെ ഇക്വേഷൻ നമ്മൾ പറയുന്നത് ഫസ്റ്റ് പ്ലെയിൻ്റെ ഇക്വേഷൻ പ്ലസ് ലാംഡ ഇൻറ്റു സെക്കൻഡ് പ്ലെയിൻ്റെ ഇക്വേഷൻ = 0 എന്നാണ്. അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് ഫോം ചെയ്ത് പോകാം. എക്സ് പ്ലസ് 2y മൈനസ് ഇസഡ് -3 പ്ലസ് ലാംഡ ഇൻറ്റു എക്സ് പ്ലസ് y മൈനസ് 3z -5 = 0. Here we are given that the plane passes through the point 1 -1 0 1 -1 0. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 -1 എന്ന് പറയുമ്പോൾ -2 0 -3 പ്ലസ് ലാംഡ ഇൻറ്റു 1 -1 0 ദെൻ -5 = 0. ഇത് ക്യാൻസലായിപ്പോയി. -5 ലാംഡ ഇവിടെ വരുന്നത് -5ഉം 1 കൂടി ചേരുമ്പോൾ -4 റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ +4 ലാംഡ = -4 ഡിവൈഡ് ബൈ 5. ഓക്കെ, -4/5. നമ്മളിവിടെ എന്ത് ചെയ്യുക? ഈ ഇക്വേഷന് പകരം ഇവിടെ -4 ഡിവൈഡ് ബൈ 5 എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് 5 വെച്ച് എല്ലാറ്റിനും മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് വരുന്നത് എന്താ? 2x + 10y. ഇവിടെ വരുന്നത് -5z -15 എന്നാണ് വരിക. 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. -4 വെച്ച് നെക്സ്റ്റ് ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്യുക. -5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേന് ഇവിടെ കിട്ടുന്നത് 5x എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. 5x 10y 5 വെച്ച് മൾട്ടിപ്ലൈ -5z -15. ഇനി 4 വെച്ച് അപ്പുറത്തേക്ക് -4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് -4x -4y ദെൻ +12z പിന്നെ +20 എന്ന് വരും. ഇതങ്ങ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? എക്സ് പ്ലസ് 6y ഇത് ആഡ് ചെയ്യുമ്പോഴേക്കും +7z +5 = 0 എന്ന് പറയുന്ന ഇക്വേഷൻ. ഇങ്ങനെ ഇക്വേഷൻ വല്ലതും നോക്കുക. എക്സ് + 6y + 7z എക്സ് + 6y + 7z +5 = 0 ഓപ്ഷൻ എ. ഓക്കെ, അപ്പോൾ അത് ചെയ്തു വന്ന മെത്തേഡ് ഉണ്ടോ? എത്ര സ്റ്റെപ്പുകളുണ്ടെന്ന് നോക്കി. ഓൺലി 3 or 4 steps. ദ നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ നമ്പർ 79ൽ ദ ആവറേജ് മാർക്സ് ഓഫ് 30 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ഈസ് 30 സ്റ്റുഡൻസിൻ്റെ ടോട്ടൽ ഓഫ് 30 എന്ന് പറയുന്നത് 30 × 80 ആണ്. അത് എത്ര വരും? 2400 വരും അല്ലേ. 2400. ഇനി എന്ത് ചെയ്തു? ആഫ്റ്റർ 2 സ്റ്റുഡൻസ് ലെഫ്റ്റ് ഔട്ട് ഓഫ് ദി ക്ലാസ്. 2 സ്റ്റുഡൻസ് ക്ലാസ്സിൽ നിന്ന് പോയി. ദെൻ ദ ആവറേജ് ഓഫ് ദ റിമൈനിങ് സ്റ്റുഡൻസ് വാസ് 82. 2 സ്റ്റുഡൻസ് പോയി കഴിഞ്ഞാൽ ടോട്ടൽ ഓഫ് 28. അത് എത്ര വരും? 28 × 70 82 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. 82 അത് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. 16 റിമൈൻഡർ 1 64 + 4 68 69 റിമൈൻഡർ 6 2 × 8 16 22. ഇപ്പോൾ നോക്കൂ, ടോട്ടൽ ഓഫ് ഇറങ്ങിപ്പോയ 2 കുട്ടികൾ 2 എന്ന് പറയുന്നത് ഈ ഡിഫറൻസ് ആണ്. 104 അല്ലേ. ഡിഫറൻസ് എടുക്കുമ്പോൾ നോക്കി 4 ആഡ് ചെയ്തപ്പോൾ 200 ആയി. പിന്നെ ഒരു 100 കൂടി ചേർന്നപ്പോൾ 400 ആയി. അപ്പോൾ 104. അങ്ങനെയെങ്കിൽ 1 സ്റ്റുഡൻറ്റിൻ്റെ ആവറേജാണ് ചോദിച്ചേക്കണേ. 1 സ്റ്റുഡൻറ്റിൻ്റെ ആവറേജ് കിട്ടണമെങ്കിൽ 104നെ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. 52 എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ദ ലാസ്റ്റ് വൺ ഈസ് ദിസ് വൺ.
18th question. Two dice are rolled. Two dice are rolled. If each die has 6 faces which are numbered 2, 3, 5, 7, 11, 13. ഇങ്ങനെ നമ്പർ ചെയ്തിരിക്കുന്നു രണ്ട് ഡൈകൾ. ഈ രണ്ട് ഡൈ ത്രോ ചെയ്യുന്നു. Then the probability that sum of the numbers on top faces being prime number. Sum of the numbers on the top faces വീഴുന്നതിൻ്റെ സം എടുക്കുമ്പോൾ എന്തായിരുന്നു പ്രൈം നമ്പർ ആയിരിക്കണം. അങ്ങനെയെങ്കിൽ ഫേവറബിൾ കേസസ് എന്താ നോക്കി. ഫേവറബിൾ കേസസ് എന്ന് പറയുന്നത് ഇവരൊക്കെയാണ്. 2 വരുന്നു, 2, 3 സം എടുത്തു കഴിഞ്ഞാൽ പ്രൈം നമ്പറാണ് വരിക. 2ൻ്റെ കൂട്ടത്തിൽ 3 ചേർത്തു, 2ൻ്റെ കൂട്ടത്തിൽ 5 ചേർത്താൽ 2ഉം 5ഉം കൂടി ആഡ് ചെയ്താൽ എത്ര വരും? 7 വരും അല്ലേ. ഇനി 2ൻ്റെ കൂട്ടത്തിൽ 7 കഴിഞ്ഞ് 2ൻ്റെ കൂട്ടത്തിൽ 11 ചേർത്താലോ 13, അത് പ്രൈമാണ് അല്ലേ. അപ്പോൾ 2, 11. ഇനി 2ൻ്റെ കൂട്ടത്തിൽ 11 കഴിഞ്ഞ് 2ൻ്റെ കൂട്ടത്തിൽ 13 ചേർത്താൽ വരുമോ? 15 ആണ് വരിക സം, അത് പ്രൈം അല്ല. പിന്നെ അടുത്ത നമ്പർ സ്റ്റാർട്ട് ചെയ്യാണ്. 3 തുടങ്ങുകയാണ്. 3 തുടങ്ങി 3യും 2ഉം കൂടി ചേർന്നാൽ പ്രൈം ആണല്ലോ, 5 പ്രൈമാണ്. ഇനി 3യിൽ തുടങ്ങി 3യും 5ഉം പ്രൈം അല്ല, 3യും 7ഉം പ്രൈം അല്ല, 3യും 11ഉം അല്ല, 3യും 13ഉം അല്ല അല്ലേ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്ന അടുത്ത 5ൽ തുടങ്ങുകയാണ്. 5, 2 പ്രൈമാണ്, 5, 2 പ്രൈമാണ്. ദെൻ ഇനി വേറെ ഒന്നും ഉണ്ടാവില്ല. 5, 3 പ്രൈം അല്ല, 5, 7 പ്രൈം അല്ല, 5, 11 അല്ല, 5, 13 അല്ല. ഇനി 7 സ്റ്റാർട്ട് ചെയ്യണം. 7, 2 പ്രൈമാണോ? അല്ല. 7, 3 പ്രൈം അല്ല, 7, 5 പ്രൈം അല്ല, 7, 11 പ്രൈം അല്ല അല്ലേ. നോക്കൂ ടോട്ടൽ എത്രയാണ് വന്നിരിക്കുക. ഇനി നോക്കിയേ, 2, 3 ഉണ്ട്, 3, 2 ഉണ്ട് അല്ലേ. അതിൻ്റെ പേര് വരുന്നത് 2, 5 ഉണ്ട്, 5, 2 ഉണ്ട്. ഇനി അതുപോലെ 2, 11 ഉണ്ട്. 11 വെച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ 11ഉം 2ൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ 13 ആണ് വരിക. അപ്പോൾ 2, 11 മെമ്പറാണ്, 11, 2 മെമ്പറാണ്. 2, 11 മെമ്പർ നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി 11, 2 കൂടി എഴുതി. ഇനി വേറെ എന്തെങ്കിലും വരുമോ? 13 വെച്ച് നോക്കിക്കേ, വരില്ല. 15 വരും, 16 വരും. ഇനി ഒരെണ്ണം പോലും പ്രൈം സം എടുത്തു കഴിഞ്ഞാൽ പ്രൈം നമ്പർ വരില്ല. അപ്പോൾ ടോട്ടൽ കേസസ് എത്ര നോക്കി? 3 + 3, 6 കേസസ് അല്ലേ. ഈ 6 കേസസ് ഇതാണ് നമ്മുടെ ഫേവറബിൾ കേസസ്. ഇനി ടോട്ടൽ കേസസ് നോക്കിയാൽ നമ്മുടെ റിക്കോർഡ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? റിക്കോർഡ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഫേവറബിൾ കേസസ് 6 / ടോട്ടൽ കേസസ് എന്ന് പറഞ്ഞാൽ 2 ഡൈ ഒരുമിച്ച് ത്രോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സാമ്പിൾ സ്പേസിലെ എലമെൻറ്റുകളുടെ എണ്ണം 6² ആണ് അല്ലേ, 36 ആണ്. ഇത് ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1/6. 1/6 എന്ന് പറഞ്ഞാൽ ഏതാ? ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പാർട്ട് 2 എൻഡ് ചെയ്യാണ്. 81 മുതൽ ക്വസ്റ്റ്യൻ നമ്പർ 120 വരെ പാർട്ട് 3യിൽ കാണാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്തി കഴിയുമ്പോഴേക്കും ഇതിൽ ടോട്ടൽ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ 120 ക്വസ്റ്റ്യൻസ് എടുക്കുമ്പോൾ ഈ വർഷത്തെ കേരള എൻട്രൻസ് എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം അതിൽ വന്നിരിക്കുന്നത് 2 ചോദ്യങ്ങൾ മാത്രമാണ് അല്പം ലെങ്തി ആയിട്ടുള്ള. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു ചോദ്യം വരുമ്പോഴത്തേനും അല്പം ലെങ്തി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ 3 ഡയമെൻഷണൽ ജോമെട്രിയായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഒരു 5 സ്റ്റെപ്പ് എടുത്ത് ചെയ്താൽ വേറെ ഒന്നും ഒത്തിരി ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ ദർശന അക്കാഡമി നമ്മുടെ സിലബസിൽ കരിക്കുലത്തിൽപ്പെടുത്തിയിരിക്കുന്ന കോംപ്രിഹെൻസീവ് മെറ്റീരിയൽ, അതുപോലെ DPP മെറ്റീരിയൽ, അതിന് പുറത്തു നിന്നിട്ടുള്ള ഒരു ചോദ്യം പോലും നമ്മുടെ ഈ വർഷത്തെ കേരള എൻട്രൻസിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ദർശന അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം വളരെ ചാരിതാർത്ഥ്യജനകമായ ഒരു കാര്യമാണ്. അപ്പോൾ ഫോളോ ചെയ്യുക. ഈ വിവരം നിങ്ങൾ ഇത് കാണുന്ന വ്യൂവേഴ്സ് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുക. താങ്ക് യു.